ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുത് എന്നാണ് നിർദ്ദേശം. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുത് എന്നും കോടതി വ്യക്തമാക്കി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? വേണു, ജസ്ന എന്ന പേരിൽ ഒരു യുവതി അവിടെ എത്തി കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചിരുന്നു. അവരൊരു ചിത്രകാരിയാണെന്നാണ് അവകാശപ്പെടുന്നത്. അവരവിടെ എത്തി ആ ശ്രീകോവിലിന് മുന്നിൽ വെച്ച് നടപ്പന്തലിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചിരുന്നു അവരുടെ ജന്മദിനം. അത് പരാതിയായി കോടതിക്ക് മുന്നിൽ വരികയും അത് പരിഗണിക്കുമ്പോഴാണ് കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു നിർദ്ദേശം, ഒരു ഉത്തരവ് ഉണ്ടാകുന്നത്. കോടതി പറയുന്നത് ഇങ്ങനെയാണ്: ക്ഷേത്രം നടപ്പന്തലിൽ ഈ വീഡിയോഗ്രാഫിക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ ഇനി വീഡിയോഗ്രാഫി അനുവദിക്കേണ്ടതില്ല എന്നാണ് കോടതി പറയുന്നത്. ഈ സെലിബ്രിറ്റികളെ അനുഗമിച്ചുകൊണ്ട് ചില വ്ളോഗർമാർ അവിടെ എത്തി മൊബൈലിലും മറ്റുമൊക്കെ ചിത്രങ്ങൾ പകർത്തുന്ന പ്രശ്നമുണ്ടായിരുന്നു. അതൊരു വലിയ ശല്യം തന്നെയായിരുന്നു അവിടെ ആരാധനയ്ക്കെത്തുന്നവർക്ക്. അവരുടെ പരാതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനും കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നടപ്പന്തൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്ന് ഓർമ്മ വേണം എന്ന മുന്നറിയിപ്പും ഈ ജസ്നയ്ക്ക് കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിധി അത് അവിടെ വരുന്ന ആളുകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്, ഭക്തരായ ആളുകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത്രയധികം വ്ളോഗർമാരടക്കം ഇത്തരത്തിൽ അവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ഗുരുവായൂർ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.